പാതിരാ സമയത്ത് ചിലങ്കയുടെ ഒച്ച കേൾക്കണോ, അത് പോകണോ ഇത് പോകണോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും നിമിത്തം കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ വീട് ഇതിന് പറ്റിയതല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരി, ഉച്ചാടനം അല്ലെങ്കിൽ ആവാഹനം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്തോ ദുർമന്ത്രവാദം, ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്യുന്നവർ എന്നൊക്കെ ഉള്ളൊരു ഭാവമുണ്ട്. ശരിക്കും ഈ ഉച്ചാടനവും ആവാഹനവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന് മന്ത്രവാദിയായിട്ടേ കാണുള്ളൂ എന്ന് വെച്ചാൽ അവൻ എന്നും മന്ത്രവാദിയാണ്. ബാക്കിയുള്ളവർ അവനിൽ ദൈവിക ചിന്ത സങ്കല്പിക്കില്ല. കാരണം പറയാം മന്ത്രവാദി, അതൊരു പേരായിപ്പോയി മന്ത്രവാദിയാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ അവരിൽ ദൈവികത്വമുണ്ടെന്നൊന്നും ആരും ഒന്നും ചിന്തിക്കണില്ല. നമ്മളിതിന് സങ്കല്പിച്ച് ജീവിക്കണോ? ഇതെല്ലാം വിദ്യയാണ്, ഒന്നുമല്ല. ശരീരത്തിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അത് ഉച്ചാടനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി, ശരീരത്തിൽ നിന്ന് മാറ്റി, അത്രേ ഉള്ളൂ കാര്യം. ആവാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവാഹിച്ചെടുക്കണു എന്തെങ്കിലും, എന്നിട്ട് ആവാഹിച്ചെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയണു. പിന്നെ ജനം ഇതിന് പല വ്യാഖ്യാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ജ്യോതിഷനെയും അല്ലെങ്കിൽ ഒരു ശാന്തിയെയും കാണുന്ന പോലെ അല്ല മന്ത്രവാദി എന്ന് പറയുമ്പോൾ. അത് ജനത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഇവരെല്ലാം മനുഷ്യരാണ്, ഇവരെല്ലാം ദൈവപുത്രന്മാരാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഓരോരുത്തരും ഓരോരോ ഫീൽഡിൽ നിൽക്കണം. ഇപ്പോൾ നിങ്ങൾ മാത്സാണ് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് മാത്സല്ലേ താല്പര്യം ഉണ്ടാവുള്ളൂ, വേറെ വല്ലതും ഉണ്ടാവുമോ? ഇപ്പം ഞാൻ മന്ത്രം പ്രാക്ടീസ് ചെയ്തു, എനിക്കതിനോട് കൂടുതൽ താല്പര്യം തോന്നി. ചിലർ ജ്യോതിഷത്തിൽ നോക്കി ജ്യോതിഷം തന്നെ പ്രാക്ടീസ് ചെയ്തു. ചിലർക്കത് ദുർമന്ത്രവാദം ചെയ്യാനോ താല്പര്യം തോന്നുന്നു കഴിഞ്ഞാൽ അവരത് പ്രാക്ടീസ് ചെയ്തു. ഞാനിതിനെല്ലാം ഞാൻ ഒരു കൈ നോക്കിയിട്ടുണ്ട് എല്ലാത്തിലും. ഒരു പ്രാവശ്യം നമുക്കറിയാം. പക്ഷേ ഞാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് ചെയ്തു കൊടുക്കാറുള്ളൂ, അല്ലാണ്ടൊന്നും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. ഇതിനെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ എൻ്റെ അറിവിൽ. എന്തും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ്. ചീത്ത രീതിയിൽ ഉപയോഗിച്ചാൽ ചീത്ത. ഇപ്പം സാറിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുക, അതല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുക, അപ്പോൾ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും? അത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? എനിക്കിപ്പോൾ തോന്നുന്നു, ഉള്ളിൽ തോന്നും, കയറി ചെല്ലുമ്പോൾ അറിയാതെ എന്തെങ്കിലും നിമിത്തങ്ങൾ, സൂചനകൾ അങ്ങനെയൊക്കെ കിട്ടും. അതെന്തൊക്കെയാ കാണിക്കുക? അത് അവിടെ ചെല്ലുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും നിമിത്തം കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ വീട് ഇതിന് പറ്റിയതല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതുപോലെ തന്നെ ഈ പണ്ടത്തെ ഇല്ലം, മന, അവിടെ ഈ കുളം, ഇതൊക്കെ എന്ന് പറയുമ്പം ഒരു പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങളുണ്ടാവും. അത് പണ്ട് ആൾക്കാർ നമ്മളെ പേടിപ്പിച്ച് വച്ചേക്കണതല്ലേ. കുളം, ആ കുളത്തിൽ പോയി ഇന്ന ആൾ മരിച്ചു, ഇല്ല കുളം, അവിടെ ഇന്നത് ഭൂതങ്ങൾ പ്രേതങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കണ ഇതൊക്കെ. അവിടെ രാത്രി കാലങ്ങളിൽ യക്ഷികളുടെ സഞ്ചാരമുണ്ട്, ഇതുണ്ട്, അല്ലെങ്കിൽ ദൈവം കുളിക്കാൻ വരുമെന്നൊക്കെ പറഞ്ഞ് കൊച്ചുനാളിൽ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു 2-3 വയസ്സായ തൊട്ട് ആ കുളത്തിലേക്ക് പോകണ്ട കേട്ടോ, അവിടെ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര വയസ്സായാലും നിങ്ങളുടെ ഉള്ളിൽ ആ പേടി തളം കെട്ടി നിൽക്കണുണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഈ ആവാഹനം, ഈ ആവാഹനമൊക്കെ ചെയ്തിട്ട് പല രീതിയിൽ ആവാഹിക്കാറുണ്ട്, എന്നിട്ട് ഇത് ഒഴുക്കിക്കളയുന്ന ഏർപ്പാടൊക്കെ ഇല്ലേ? അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മറ്റൊരാൾ എടുക്കുമോ? എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദോഷം അവർക്ക് കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. അത് അതോടുകൂടി കഴിഞ്ഞു, അത് അതോടുകൂടി പോയി. പിന്നെ വേറൊരാളെടുത്ത് ഇപ്പം വഴി കിടന്ന ഒരു 10ൻ്റെ ഒരു കോയിൻ, ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും ജപിച്ചിട്ടേക്കണതായിരിക്കും, ഇതായിരിക്കും. ആ വഴി കൊണ്ട് കളഞ്ഞു. അപ്പം നിങ്ങളെടുത്തു എടുത്തു, നിങ്ങളുടെ കയ്യിലിരുന്നു, നിങ്ങളത് ബസ്സിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ശല്യം വരണം? ഇങ്ങനെ ഒഴുകിപ്പോകുന്നതോ വഴിയിൽ കിടക്കുന്നതോ ആയിട്ടുള്ള ഒന്നും അങ്ങനെ എടുക്കാൻ പാടില്ല, അത് ദോഷമാണ്, അങ്ങനെയെല്ലാം കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത്. ഒരിക്കലും അല്ല. അതൊക്കെ ജനത്തിന് ഓരോരുത്തരും പറഞ്ഞ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പറ്റിക്കണതല്ലേ. അപ്പോൾ ഈ ശരീരത്തിൽ ബാധ കൂടുക, അത് സാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അതുണ്ടാവും. അല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ സാർ? ഉണ്ട്. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? അത് അവിടെ ചെല്ലുമ്പോൾ അറിയാം ബാധ ശരീരത്തിലുണ്ടെങ്കിൽ, അവരുടെ ചേഷ്ടകൾ കാണുമ്പോൾ അറിയാം ബാധ ഉണ്ടെന്നുള്ളത്. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണും പോലത്തെ അങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ ശരിക്കും? അതുപോലെ എന്തെങ്കിലും വടി എന്തെങ്കിലും തലയിൽ വെച്ച് ജപിച്ചിട്ട് ചോരവടി എന്തെങ്കിലും തലയിൽ വെച്ച് അറിയാം, അത് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ അവർ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ തന്നെയാണോ ഇത് ഒഴിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്? അത് ചില വൃത്തികെട്ട മന്ത്രവാദികൾ ചെയ്യണ പണിയാണ് ഈ ശരീരത്തിൽ മർദ്ദനം. അതൊന്നും ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ അതിനോട് യോജിക്കണില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പോളിസി അതല്ല. അടിച്ച് ജപിച്ചും അല്ലെങ്കിൽ അടിച്ചും
ബാധ ഒഴിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ബാധയ്ക്ക് ശക്തി കൂടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അത് ഏതവസ്ഥയിലായിരിക്കുമ്പോഴാണ്? ചില വാവ് സമയങ്ങളിൽ, അങ്ങനെ വേറെ ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, അങ്ങനെയൊക്കെ ഇതിന് ചിലപ്പോൾ ഒരു ചെറിയ എനർജി ഉണ്ടാവും. ഇപ്പം ചില സമയങ്ങളിൽ ഇവരൊരിക്കലും ആവാഹിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സമയങ്ങളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകൾ വരാറുണ്ട്. അതെങ്ങനെ, ഈ ജന്മനാള് അങ്ങനെയൊക്കെ ആ ഒരു ടൈമിലൊക്കെയാണോ? ജന്മനാളിൽ അങ്ങനെയൊന്നുമല്ല. അത് ചില സമയങ്ങൾക്ക് പറ്റില്ല. അത് ചില ഇത് ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ബാധ ഒഴിയണമെങ്കിൽ. ഇനിയിപ്പം ഈ പണ്ടത്തെ ഒരു സങ്കല്പമായിരുന്നു പാല പന, ഇതൊക്കെ പേടിക്കേണ്ട ഒന്നാണ്, യക്ഷി ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ശരിയാണോ? പണ്ട് നമ്മളെ എന്തെല്ലാം കാരണന്മാർ പറഞ്ഞ് പേടിപ്പിച്ചേക്കുന്നു. ഈ ജനറേഷനിൽ അതുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോഴും ഒരു പേടി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ഉപകാരമായിരിക്കും. ജനത്തിൻ്റെ ഒരു ഇതല്ലേ, ഒന്നുമില്ലയെന്നും പറഞ്ഞ് നമ്മൾ നടന്നാൽ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ വഴി പോകുമ്പോൾ നിങ്ങളൊന്ന് തട്ടി വീണു, തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം പോണ വഴിക്ക് കല്ല് തട്ടി നിങ്ങൾ വീണ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പോകുക, അവിടെ ഉള്ള എന്തെങ്കിലും വിഷയോ എന്തെങ്കിലും എന്നെ തട്ടിയിട്ടാണെന്ന് മനസ്സിൽ തോന്നില്ലേ? അത്രേ ഉള്ളൂ. അത് നിങ്ങൾ തട്ടി വീഴാനുള്ള കാരണം എന്താ? അവിടെ കല്ല് കിടന്നിട്ടും നിങ്ങളുടെ കാല് തട്ടി നിങ്ങൾ മൂക്കുത്തി പോയതുകൊണ്ട് കാരണം, അല്ലാണ്ട് അവിടെ ഒരു ബാധയില്ലേ, യാതൊന്നുമില്ല, ആരും തട്ടിയിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ സാറേ, ഈ ദൈവങ്ങളെ പേടിക്കേണ്ടതുണ്ടോ? ഇല്ല, ദൈവം മനുഷ്യനെ ഒന്നും ഉപദ്രവിക്കില്ല. പക്ഷേ ഈ തേർവീഴ്ച എന്നൊരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആരെങ്കിലും അത് കാണാനോ ആ സമയത്ത് പുറത്തിറങ്ങാനോ ഇടയായിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഭ്രാന്ത് പോലും പിടിച്ചു പോയിട്ടുണ്ടെന്ന് കേട്ട് കഥകൾ. തേർവീഴ്ച ദൈവം പോകുന്നൊരു സമയമില്ലേ ചില സ്ഥലത്ത് തേർവീഴ്ച? അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോണ സമയം? ഇല്ല ഇല്ല ഇല്ല. കുട്ടി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. വീട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളിത് കേൾവികളാണ്. ഈ കേട്ടുകേൾവിയും കെട്ടുകഥകളൊക്കെ എന്തിനാണ് നമ്മൾ ഈ കെട്ടുകഥകളുടെ പിന്നാലെയും കേട്ടുകേൾവിയുടെ പിന്നാലെയും പോണേ? വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ കമ്മ്യൂണിസം പറയാമല്ലോ. ഇതിൻ്റെ പിന്നാലെ പോണ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പാതിരാ സമയത്ത് ചിലങ്കയുടെ ഒച്ച കേൾക്കണോ, അത് പോകണോ ഇത് പോകണോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഇന്ന് വരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ദേവി പോകുന്നതാണ്, പോക്കുവരത്തുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ ആരും കണ്ടവരും ഇല്ല, കേട്ടവരും ഇല്ല, ഒന്നുമില്ല. അത് കണ്ടവരും ഇല്ല. ഇന്നാൾ കണ്ടു എന്നൊക്കെ പറയും. ഇന്നാൾക്ക് കണ്ടിട്ടാണ് അങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ മനസ്സിന്റെ വിഭ്രാന്തിയാണ്. ഇപ്പം ഞാൻ പോണ വഴിയിൽ 12 മണിക്ക് പോണ സമയത്ത് കുട്ടി പുറത്തിറങ്ങി നിൽക്കുന്ന എന്തെങ്കിലും സമയം, എന്തായാലും അത്യാവശ്യത്തിന് പുറത്ത് വന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സമയത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലും ഒരു കറുത്ത ഉടുപ്പ് എന്തെങ്കിലും ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ പേടിക്കും. സ്വാഭാവികമല്ലേ? ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. താങ്ക് യു സർ. വെൽക്കം. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ജയപ്രകാശ് ഗുരുക്കളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ ജയപ്രകാശുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.